ഉണ്ണികൃഷ്ണന്റെ കല്യാണം ഭാഗം 10. ശരി ശരി, ഇനി ഞാൻ കാരണം കോളേജിൽ പോകുന്നത് മുടങ്ങേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇറങ്ങുന്നത് വരെ നീ ഒരക്ഷരം മിണ്ടാതെ ഇരുന്നാളാമെന്ന് സമ്മതിച്ചാൽ മാത്രം എൻ്റെ കൂടെ പോന്നാൽ മതി. ഇല്ലച്ചാ ഇപ്പം ഇവിടെ ഇറങ്ങിക്കൊള്ളണം. എന്താ, അത് പറ്റുമോ? മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ അവനെയൊന്ന് നോക്കി. അയ്യോ, അത് കുറച്ച് മെനക്കേടല്ലേ? ആ, എൻ്റെ കൂടെ വരണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്നാ ശരി, ഞാനൊന്നും മിണ്ടത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ ഈ ആനി എന്തും അനുസരിക്കും, അത് മതിയോ? അവനൊന്ന് അമർത്തി മൂളിയ ശേഷം അവൾക്കു നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. ആനി ശബ്ദം പുറത്തു വരാതിരിക്കാനായി ചുണ്ടുകൾ പരസ്പരം വായ്ക്കുള്ളിലേക്ക് കടിച്ചു പിടിച്ച് അവനെയും നോക്കിയിരുന്നു. അങ്ങനെ ആ വണ്ടി പതുക്കെ മാർക്കറ്റിൽ നിന്നും നീങ്ങി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ അറിയാതെ അവൻ അവളോടായി എന്തൊക്കെയോ ചിലത് സംസാരിക്കാൻ തുടങ്ങി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അപ്പച്ചൻ വീട്ടിലില്ലേ? സാധാരണ മൂപ്പരാണല്ലോ കടയിൽ കപ്പ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത്. ഇന്ന് എന്തു പറ്റി? അവളൊന്നും പറയാൻ കഴിയാതെ ഉണ്ണിയോട് മറുപടിയായി മൂളിക്കൊണ്ടിരുന്നു. മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടത് ഓർമ്മയിലില്ലാതെ അതേ ചോദ്യം തന്നെ അവൻ വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ മറുപടി പറയാനായി വീണ്ടും മൂളാൻ തുടങ്ങി. എന്തൂന്ന്? എന്തുവാടി നീ പറയുന്നത്? മര്യാദയ്ക്കൊന്ന് വായ തുറന്ന് പറഞ്ഞൂടെ? അതിന് ഇതിയാനല്ലേ എന്നോടൊരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ് ഇരുത്തിയത്. പിന്നെ എങ്ങനെയാ ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറയാ? ഓ, ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന ചിന്ത പെട്ടെന്നാണ് അവന് തോന്നിയത്. എന്നാൽ അത് പുറത്തു കാണിക്കാൻ ശ്രമിക്കാതെ അവൻ അറിയാത്ത ഭാഗത്തിൽ വീണ്ടും ചോദിച്ചു. ആ, അത് ശരി. അപ്പം നിനക്ക് പറഞ്ഞാൽ അനുസരണയൊക്കെ ഉണ്ടല്ലേ? ആ, അതിപ്പോഴെങ്കിലും ചേട്ടൻ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങൾ ചേട്ടൻ മനസ്സിലാക്കാൻ കിടക്കണു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? പറ, കേൾക്കട്ടെ ഞാൻ. ഏതായാലും നീ മിണ്ടി തുടങ്ങിയതല്ലേ, എന്നാ പിന്നെ പകുതിക്ക് വെച്ച് നിർത്താതെ കാര്യം പറ പെണ്ണെ. കേൾക്കാൻ രസമുള്ളതാണെങ്കിൽ ഒന്ന് ചിരിക്കാലോ എനിക്കും. എങ്കിൽ ഞാനൊരു കാര്യം ചേട്ടനോട് സീരിയസ് ആയി പറയട്ടെ. സീരിയസോ? തമാശയല്ലേ? ആ, എനിക്കിത്തിരി സീരിയസാ. എങ്കിൽ ശരി, കേൾക്കട്ടെ. സീരിയസ് ആണോ തമാശയാണോ എന്നൊക്കെ കേട്ടിട്ട് തീരുമാനിക്കാം. എന്നാ ഞാൻ ഉറപ്പായിട്ടും പറയുവാണേ. ഞാൻ പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് ഉണ്ണിച്ചേട്ടനെ ഒത്തിരി ഒത്തിരി ഇഷ്ടാണേ. കണ്ണുകൾ ചിമ്മി അവൾ ഉച്ചത്തിൽ പറയുന്നതും കേട്ട ഞെട്ടലിൽ പെട്ടെന്ന് ബ്രേക്കിൽ ചവിട്ടിയവൻ വണ്ടി ഒന്ന് നിർത്തി. ആ ചവിട്ടലിൻ്റെ ശക്തിയിൽ രണ്ടുപേരും സീറ്റിൽ നിന്നൊന്ന് മുന്നോട്ടേക്ക് ചാഞ്ഞു വന്നു. അവളുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ട ഒരു ഞെട്ടലോടെ അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി. പെട്ടെന്ന് എന്തു സംഭവിച്ചു എന്നറിയാതെ ആനി ഒരു നിമിഷം ഉണ്ണിയെ തന്നെ നോക്കിയിരുന്നു. അവൻ വണ്ടി ഓഫാക്കി അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. വണ്ടിയുടെ മുന്നിലൂടെ ചെന്ന് അവളിരിക്കുന്ന ഡോറിനടുത്തേക്ക് എത്തി. പെട്ടെന്ന് അവൻ ഡോറ് വലിച്ചു തുറക്കുകയും ചെയ്തു. നീയൊന്ന് ഇറങ്ങിക്കേ. എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവനെ വീണ്ടും നോക്കി. നോക്കണ്ട, നിന്നോട് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇറങ്ങാനാ പറഞ്ഞ്. ഉണ്ണി പെട്ടെന്ന് അങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ ആനിയും തെല്ലൊന്നു പരിഭ്രമിച്ചു. അവന്റെ സ്വരത്തിലെ മാറ്റം കണ്ടപ്പോൾ അവൾ പേടിയോടെ പുറത്തേക്കിറങ്ങി തല താഴ്ത്തി നിന്നു. എന്താ നീ എന്നെക്കുറിച്ച് കരുതിയത്? നിന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ നിൽക്കുന്നു കരുതിയോ? അവൾ ഒന്നും മിണ്ടിയില്ല, തല താഴ്ത്തി നിൽപ്പ് തുടർന്നു. എന്താ എന്താ നീ ഒന്നും മിണ്ടാത്ത? ഇത്രയും നേരം വാ തോരാതെ സംസാരിക്കായിരുന്നല്ലോ. അത് ചേട്ടാ, ഞാൻ വേണ്ട, നീയൊന്നും പറയണ്ട. പറ, നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 20. ഞാനൊരൊറ്റ കീറങ്ങ് വെച്ച് തരും, പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സത്യം പറയടി, നിനക്ക് എത്ര വയസ്സാ? നീയല്ലേ 2 ആഴ്ച മുൻപ് എനിക്കും ബാസിക്കും 18ാം പിറന്നാളാണെന്നും പറഞ്ഞ് കുറെ ചോക്ലേറ്റ് മിഠായികൾ കൊണ്ടുവന്ന് തന്നത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് നിനക്ക് 20 വയസ്സായോ? അത് ഞാൻ ഒരു തമാശയ്ക്ക്.
നോക്ക്, കള്ളം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് നിനക്കറിയാലോ. നിനക്കിപ്പോൾ 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനിയും ഒത്തിരി സമയമുണ്ട്. ആദ്യം പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. പെൺകുട്ടികൾക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടേ കല്യാണകാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പാടുള്ളൂ. ഇപ്പം നിനക്ക് നന്നായി പഠിക്കേണ്ട സമയമാണ്. ജീവിതത്തിലേക്ക് കടന്നാൽ പിന്നെ ഈ സന്തോഷങ്ങളൊന്നും നമ്മൾ തേടി വന്നോളണമെന്നില്ല. അതൊന്നും പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പം നിന്റെ തലയിൽ കയറിയെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം നീ നന്നായി പഠിച്ച് മിടുക്കിയാവാൻ നോക്ക്. നിന്റെ അപ്പച്ചൻ നിനക്ക് വേണ്ടിയല്ലേടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് നീ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നല്ല അസല് ചീത്തപ്പേര്, അല്ലാതെ മറ്റെന്താ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ അവൾ പ്രേമോ മണ്ണാങ്കട്ടെ എന്നും പറഞ്ഞ് നടക്കുന്നു. ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളോട് തോന്നേണ്ട കാര്യങ്ങളല്ല, മനസ്സിലായോ? അവളോടെല്ലാം പറഞ്ഞു തീർത്തെന്ന ഭാവത്തിൽ അവൻ മുഖം തിരിഞ്ഞു നിന്നു. ഉണ്ണിച്ചേട്ടാ, എനിക്കിത് പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല. പണ്ട് ഞാൻ എൻ്റെ 14-ാം വയസ്സിൽ കൂട്ടുകാരികൾക്കൊപ്പം വെള്ളത്തിലിറങ്ങി കളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ കാല് തന്നി വീണതും നിലവിളിച്ചതുമൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ ആനി ഇങ്ങനെ ജീവനോടെ നിൽക്കില്ലായിരുന്നു. അന്ന് തൊട്ടേ നിങ്ങൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കണ എൻ്റെ കർത്താവിനോടുള്ള ആരാധനയും ബഹുമാനവും ഒക്കെ തന്നെയാണ് ഉണ്ണിച്ചേട്ടനോടുള്ളത്. അതെന്നും അങ്ങനെ ആയിരിക്കും ചെയ്യും. അല്ലാതെ ഇതൊന്നും പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. അവളുടെ സംസാരം കേട്ട് അല്പനേരത്തേക്ക് നിശബ്ദത പാലിച്ചുകൊണ്ടവൻ ക്ഷമയോടെ നിന്നു. എന്താ, ഇനി വേറെ എന്നതേലും എന്നോട് കൂടുതലായി പറയാനുണ്ടോ ഉണ്ണിച്ചേട്ടനെ? അവളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ അവൻ അവൾക്കു നേരെ പെട്ടെന്ന് കൈ ഉയർത്താൻ ശ്രമിച്ചതും അവൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് അവിടെ നിന്നും ഓടി അകലാൻ ശ്രമിച്ചു. എന്നെ തല്ലിയാലും ചീത്ത പറഞ്ഞാലൊന്നും ഈ ആനയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഉണ്ണിച്ചേട്ടൻ മാറത്തില്ല. എൻ്റെ കർത്താവാണേ സത്യം. തന്നോടുള്ള ഇഷ്ടം വിളിച്ചു പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അല്പനേരം അവൻ സ്തബ്ധനായി നിന്നുപോയി. ഉണ്ണിയുടെ കൺവെട്ടത്തു നിന്നും മാറി നിന്ന ശേഷം അവൾ സ്വയം പിറുപിറുത്തുകൊണ്ടേ നടന്നു. എൻ്റെ കർത്താവേ, അങ്ങേർക്ക് സൽബുദ്ധി തോന്നിക്കണേ. ഇനിയെങ്കിലും ഇതിയാന് മറുപടിയായി എസ് എന്ന് മാത്രം പറയാൻ തോന്നിപ്പിച്ചാൽ മതിയായിരുന്നു. അവൾ കഴുത്തിലണിഞ്ഞ കുരിശുമാലയിലൊന്ന് മുത്തം നൽകി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിയകന്നു. അവളെ കയ്യിൽ കിട്ടാത്തതിൻ്റെ നിരാശയിൽ ഉണ്ണിയും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറിയിരുന്നു. ഇപ്പം നീ പൊക്കോ. തൽക്കാലം എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരിക്കൽ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് കാണിച്ചു തരാം ഈ ഉണ്ണി ആരാണെന്ന്. അതും പറഞ്ഞവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും മുൻപിൽ ബാസി വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. തന്നെ നോക്കിക്കൊണ്ടുള്ള ബാസിയുടെ കള്ളച്ചിരി കണ്ടപ്പോൾ തന്നെ ഉണ്ണിക്കും കാര്യം പിടികിട്ടി. എടാ കള്ള കൃഷ്ണ, അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടം വരെ എത്തിയല്ലേ? എന്നിട്ട് എന്നോടൊരു വാക്ക് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോടാ കള്ള. ഓ, അതിനിടയിൽ നീ എപ്പെത്തി? എല്ലാം കേട്ടോണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? ഏയ് അല്ലേ അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന വഴിയാ. അപ്പോഴാണ് ഈ ലീലാവിലാസങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഒരു ഹംസത്തിൻ്റെയോ ദൂതിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ അവൾ എത്ര പെട്ടെന്നാടാ നിന്നോടെല്ലാം അറിയിച്ചത്. നീ എന്തായാലും ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ. ഉണ്ണിയുടെയും ആനയുടെയും വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെയും എല്ലാവരും കാത്തിരിക്കണേ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.